അതിർത്തിയിൽ ഇന്ത്യയുടെ ജാഗ്രത നിർദ്ദേശം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ മ്യാൻമാറിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രതയോടെ നിലകൊള്ളാൻ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. 3 ബ്രദർഹുഡ് അലയൻസ് എന്ന് പറയുന്ന സംഘടനയും അവിടുത്തെ സൈന്യവും തമ്മിലാണ് ഏറ്റുമുട്ടുന്ന. ആഭ്യന്തര യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന 4 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് മ്യാൻമാർ. ആ അതിർത്തിയിൽ ഉടനീളമുള്ള പ്രദേശങ്ങളെല്ലാം ഈ വിമതന്മാരുടെ കൈവശമാണ്. ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സേന നടത്തുന്ന നീക്കങ്ങൾ, ഇതിൽ കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധത്തിന് വേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുന്നത്. അതിർത്തിയിൽ ഉടനീളം സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടൊരു പ്രതിരോധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള അഭയാർത്ഥികൾ കടന്നു വന്നാൽ അത് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കും. നിലവിൽ തന്നെ പലപ്പോഴും അഭയാർത്ഥികളെ വരുന്നുണ്ട്. അവരെ ഇവിടെ പാർപ്പിച്ചതിന് ശേഷം അവിടെ ശാന്തമായ ഏരിയയിലേക്ക്, മ്യാൻമാറിലെ ശാന്തമായ ഏരിയയിലേക്ക് കയറ്റി വിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷേ കൂടുതൽ പേർ എത്തിയാൽ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മ്യാൻമാറിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ജാഗ്രത പാലിക്കാനും പറഞ്ഞിട്ടുണ്ട്. സേന പ്രതിരോധം തീർക്കുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ 4 സംസ്ഥാനത്തെ അതിർത്തിയിൽ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. കാരണം ഈ ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ധാരാളം പേർ, അതിൽ ഈ വിഘടനവാദികളുണ്ടാകും, ഭീകരരുണ്ടാകും, സാധാരണപ്പെട്ടവരുണ്ടാകും, വലിയൊരു വിഭാഗമായിരിക്കും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത്. പണ്ടൊക്കെ നാം അത്തരത്തിൽ സ്വീകരിച്ചതിൻ്റെ തിക്തഫലം ഇപ്പോഴും നാം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രതിരോധം തീർക്കുമെന്ന് നാം ഉറപ്പിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.